ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാൽ എന്താണ്, അതിൻ്റെ ഇന്നർ വർക്കിംഗ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നവരാണ്. എല്ലാ ദിവസവും നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അത് ഇപ്പം വിൻഡോസ് ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാക് ആയിക്കോട്ടെ, എല്ലാം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പം നമ്മൾ ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഫോണിലൊക്കെ ആണെങ്കിലും ഓരോ ആപ്പൊക്കെ ഓപ്പൺ ചെയ്യാനും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് മിങ്കിളാവുന്നത്. അപ്പോൾ ഒരു ശരാശരി ഒരു ഫോണോ അല്ലെങ്കിൽ ഇതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ അകത്തോ എന്താണ് നടക്കുന്നത് എന്നൊന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ഹാക്കർ എന്ന നിലയ്ക്ക് നിങ്ങൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അത് നിങ്ങളെ കൂടുതൽ നാവിഗേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതുപോലെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ട് അതൊക്കെ കണ്ടുപിടിക്കാനും എല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും. അബ്സ്ട്രാക്ഷൻ എന്നുള്ളൊരു വാക്കിൻ്റെ നമുക്ക് അർത്ഥം നോക്കാം. ഇവിടെ വിക്കിപീഡിയയിൽ എന്താ കൊടുത്തേക്കുന്നുണ്ട്. കൺസെപ്റ്റുവൽ abstractions may be formed by filtering the information content of a concept or an observable phenomenon, selecting only aspects which are relevant for the particular subjectively valued purpose. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് എടുത്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കാണിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സിംപ്ലിഫൈ ചെയ്ത് കാണിക്കുന്നതിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ അബ്സ്ട്രാക്ഷൻ ഒരു കാറിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പം കാറ് മേടിച്ച് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ആക്സിലറേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്കിംഗ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻജിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കീ ഇട്ട് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ നമ്മൾ മാനുവലായിട്ട് പോയി പിന്നെ എൻജിനൊക്കെ സ്റ്റാർട്ടാക്കേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇല്ല. സിമ്പിളായിട്ടൊരു കാറ് മേടിക്കുക, നേരെ കീ ഇടുക, ഓണാക്കുക, വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം. അപ്പോൾ അതിൻ്റെ എൻജിൻ്റെ പ്രവർത്തന രീതിയൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഈ അബ്സ്ട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ്, ഇപ്പോൾ കാറിൻ്റെ കേസിലാണെങ്കിൽ അബ്സ്ട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട, നമുക്ക് സിംപ്ലിഫൈ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കുറച്ച് അറിഞ്ഞിരുന്നാൽ മതി. അപ്പം അബ്സ്ട്രാക്ഷൻ കാറിൽ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എൻജിൻ്റെ പ്രവർത്തനവും അതും ഇതും എല്ലാം മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറ് എങ്ങനെയാണോ അതിൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള എൻജിൻ്റെ കാര്യങ്ങളെല്ലാം അബ്സ്ട്രാക്റ്റ് ചെയ്ത് കണക്ക്, ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ബ്ലൈൻഡ് സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ കാണാൻ മേലാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ നമ്മുടെ ഫോണിൻ്റെ ആണെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ ആണെങ്കിലും ബാക്കി ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ എന്തുവാന്നൊക്കെ നമുക്ക് ഇന്ന് നോക്കാം. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത്? സെറ്റിംഗ് അപ്പ് നെറ്റ്വർക്ക് കണക്ഷൻ ടു ഹാൻഡ്ലിംഗ് മെമ്മറി ആൻഡ് ഫയൽസ്. ഇപ്പം നമുക്ക് നെറ്റ്വർക്കൊക്കെ സെറ്റ് ചെയ്യുന്നതിനാണെങ്കിലും അല്ലെങ്കിൽ മെമ്മറിയും ഫയൽസും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ OS നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നത്. ഇത് നമുക്ക് കഷ്ടപ്പെട്ട് നമ്മൾ അത് ഓരോന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ OS നമ്മൾ കമ്പ്യൂട്ടർ ഓണാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇൻ്റർനെറ്റ് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ IP അഡ്രസ്സൊക്കെ ഏതാണ് എന്നൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതൊക്കെ കമ്പ്യൂട്ടറൊക്കെ തന്നെ ചെയ്തോളും. നമ്മളൊരു ഫയൽ സേവ് ആക്കുന്നു, അപ്പം അതിന് നമുക്ക് പേര് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് എവിടെയാണ് സ്റ്റോറേജ് സേവ് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു ആവറേജ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഒരു ഹാക്കർ എന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്.
ഇപ്പം ഓരോ ഇതുപോലത്തുള്ള കുറേ അബ്സ്ട്രാക്ഷൻ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്തു തരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഓരോ അബ്സ്ട്രാക്ഷനും മാറ്റി കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ അത് കൂടുതൽ കൂടുതൽ കോംപ്ലക്സ് ആയി വരികയാണ്. അറിയാൻ മേലാത്ത കുറേ വാക്കുകൾ, കുറേ പ്രവർത്തന രീതികൾ അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ എല്ലാ അബ്സ്ട്രാക്ഷൻസ് ഒന്നും എല്ലാവർക്കും അറിയില്ല. ഇപ്പം ഇതുപോലെ താഴത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. ഇത് എല്ലാത്തിനെയും കുറിച്ച് പഠിക്കണമെന്നൊന്നുമില്ല. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ലിനക്സിൻ്റെ ഒരു കേണലിൻ്റെ അകത്ത് നടക്കുന്ന ഇതുപോലുള്ള അബ്സ്ട്രാക്ഷൻസ് ആണ് ഇത്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ജസ്റ്റ് കമ്പ്യൂട്ടർ എങ്ങനെയാണോ അത് അങ്ങനെ യൂസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇന്നർ വർക്കിംഗ് ഒന്നും കൂടുതലായിട്ട് ആർക്കും അറിയില്ല. നമുക്കിനി ബേസിക്സ് നോക്കാം. ഇപ്പം നമ്മൾ മൊത്തമായിട്ട് പറയുവാണെങ്കിൽ OS ഈസ് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറും യൂസറും തമ്മിലുള്ളൊരു ഇൻ്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതെങ്ങനെയാണ് ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഒക്കെ എങ്ങനെയാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കോമ്പൗണ്ടിനും അതിൻ്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ട് കോഡ് കാണും. കോഡെന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഈ ഹാർഡ്വെയറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. അതിന് നമ്മൾ ഫേംവെയർ എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ടി വി റിമോട്ട് നമ്മളെടുത്ത് വോളിയം അപ്പ് ബട്ടൺ അമക്കി കഴിഞ്ഞാൽ അപ്പം ടി വിക്ക് ഒച്ച കൂടും. അപ്പം എന്ന് വെച്ചാൽ ഈ ടി വിയുടെ റിമോട്ടിൽ ഇൻബിൽട്ട് ആയിട്ടൊരു ഫേംവെയർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വോളിയം ബട്ടൺ പ്രസ് ചെയ്യുമ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാറെഡ് റേസ് നമ്മുടെ റിമോട്ട് നേരെ ടി വിക്കകത്തോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വോളിയം കൂടും. അപ്പം റിമോട്ടിൻ്റെ അകത്ത് ഇന്ന പോലെ ഈ ഒരു ബട്ടൺ അമക്കുമ്പം ഈ തരത്തിലുള്ള ഇൻഫ്രാറെഡ് റേസ് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഡ് ഇൻബിൽട്ട് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഇപ്പം അതുപോലെ തന്നെ റിമോട്ടിൻ്റെ അകത്ത് ഉള്ള കണക്ക് ഒരു കോഡ് നമ്മുടെ ഈ ഓരോ കമ്പോണൻസിനും ഉണ്ട്. ഓരോ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ CPU, ഹാർഡ് ഡ്രൈവ്, നെറ്റ്വർക്ക് കാർഡ്, അങ്ങനെയുള്ള ഓരോ കമ്പോണൻസിൻ്റെ അകത്തും ഈ ഓരോ ഫേംവെയറിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ OS ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ OS ഈ ഫേംവെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് ഹാർഡ്വെയറുമായിട്ട് ഉള്ള ഇത് നടക്കുന്നത്. ഇപ്പം അത് നമുക്കിങ്ങനെ ഉപയോഗപ്രദമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. ഇപ്പം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഫയലൊക്കെ നമ്മൾ സേവ് ചെയ്യുന്ന ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ ഒരു ഹാർഡ്വെയർ ആണ്. അപ്പോൾ നമ്മളൊരു ഫയൽ സേവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട OS തന്നെ ഫേംവെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇത് എവിടെ സ്റ്റോർ ചെയ്യണം എന്നൊക്കെ ഉള്ള തീരുമാനം അത് തന്നെ എടുത്തോളും. ഇത് നമുക്ക് കൂടുതൽ ഈസി ആക്കുകയാണ് ഇതിൻ്റെ ഉപയോഗം എന്നൊക്കെ പറയാം. നമ്മൾ ഈ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പം കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിൽ തന്നെ ഒരു ഇതുണ്ട്. അതായത് ഇപ്പോൾ പവർ ഓൺ ആയിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പോയി ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിൽ തന്നെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഈ ഫേംവെയർ ആണ് നമ്മുടെ OS എടുത്തുകൊണ്ട് വന്ന് ആദ്യം നമ്മൾ ബൂട്ടാക്കുമ്പം പിന്നെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ലോഡാക്കി തരും. അപ്പോൾ അത് ഇങ്ങനെയാണ് ഒരു ഇത് വരുന്നത്. യൂസർ ആപ്ലിക്കേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, ആപ്ലിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസറും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. പക്ഷേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഒരു അബ്സ്ട്രാക്ഷൻ കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒറ്റയടിക്ക് ഈ ഹാർഡ്വെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയല്ല. അതിന് നമ്മൾ അടുത്തത് കേണൽ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്.
കേണൽ എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോർ പാർട്ടാണ് കേണൽ എന്ന് പറയുന്നത്. ഈ കേണലാണ് ഹാർഡ്വെയറിന് വേണ്ട ഇതൊക്കെ കൊടുക്കുന്നത്. ഹാർഡ്വെയറിന് വേണ്ട ഈ എന്താണ് പറയുക, ഹാർഡ്വെയറിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് എല്ലാ ഹാർഡ്വെയർ കോമ്പോണൻറ്റിനെ പിന്നെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ സ്മൂത്തായിട്ട് എങ്ങനെ വർക്ക് ചെയ്യിക്കാം എന്നുള്ള മെയിനായിട്ടുള്ള ജോലിയാണ് ഈ കേണലിലുള്ളത്. ഇപ്പം ഹാർഡ്വെയർ കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ CPU, മെമ്മറി, സ്റ്റോറേജ്, അങ്ങനെയുള്ള ഹാർഡ്വെയർ കോമ്പോണൻസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഈ കേണൽ ചെയ്യുന്നത്. നമ്മൾ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസർ, അല്ലെങ്കിൽ ഗെയിം, അല്ലെങ്കിൽ എഡിറ്റർ, ഫോട്ടോ എഡിറ്റർ, അല്ലെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റർ, എന്ത് വേണമില്ല, അതൊക്കെയാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ ഈ കേണൽ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് OSൻ്റെ. എങ്ങനെയാണ് നമുക്കൊരു കേണൽ ഈ പ്രോഗ്രാംസുമായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന്. വെൻ യു റൺ എ പ്രോഗ്രാം ഇറ്റ് ഡസൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ദ ഹാർഡ്വെയറുമായിട്ട് ഇപ്പം നമ്മളൊരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് ഹാർഡ്വെയർ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ഈ പ്രോഗ്രാം OSുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. OSുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. OS നേരെ കേണലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കേണലാണ് എന്നിട്ട് ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു പ്രോഗ്രാം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം പിന്നെ പ്രോഗ്രാം എന്നല്ല, കമ്പ്യൂട്ടറിൻ്റെ ഇത് വരുന്നത് ഓരോ പ്രോസസ്സാണ്. ഓരോ പ്രോസസ്സ് എന്നാണ് പിന്നെ അറിയപ്പെടുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചൊരു പ്രോഗ്രാം ഒരു പ്രോസസ്സാണ്. ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മളൊരു ഇമേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതെങ്ങനെ ഈ കേണൽ വഴി കണക്റ്റായി എങ്ങനെ ഹാർഡ്വെയറുമായിട്ട് ഡീൽ ചെയ്ത് അത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാവുന്നെന്ന് നമുക്ക് നോക്കാം. ആദ്യം യൂസർ ഡബിൾ ക്ലിക്ക് ചെയ്ത് പിന്നെ ഇമേജ് ഓപ്പൺ ആക്കാൻ നോക്കുന്നു. ദിസ് ആക്ഷൻ സെൻഡ് എ റിക്വസ്റ്റ് ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ഓപ്പൺ ഫയൽ. ഇത് നേരെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് പിന്നെ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, ഈ ഫയൽ ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് കൊടുക്കണം. ആപ്പ് റിക്വസ്റ്റ് ഒക്കെയാണ് ദ ആപ്ലിക്കേഷൻ യു ആർ യൂസിങ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം ഇമേജ് വ്യൂവർ ആയിരിക്കും അത് ഓപ്പൺ ആക്കുന്നത്, ആ ഇമേജ്. അപ്പം ഈ ഇമേജ് വ്യൂവർ നേരെ കേണലിന് റിക്വസ്റ്റ് കൊടുക്കുകയാണ്, ഇതുപോലെ തന്നെ ആ ഇമേജ് ഫയൽ ആക്സസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേണലിന് റിക്വസ്റ്റ് കൊടുക്കുന്നു. ഇപ്പം ആപ്പ് ഡയറക്റ്റ് ആയിട്ട് ഹാർഡ്വെയറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാത്തതുകൊണ്ട് നേരെ കേണൽ ഇത് ചെയ്തു. ഫയൽ സിസ്റ്റം ആക്സസ്. The kernel checks where the image file is located on the storage. ഇപ്പം എവിടാണ് ഈ ഫയൽ സ്റ്റോർ ആക്കിയേക്കുന്നതെന്ന് കേണൽ ഡയറക്റ്റ് ആയിട്ട് ഫയൽ സിസ്റ്റമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് നോക്കുന്നു. അതിനുശേഷം it knows it because it manages the file system which keeps track of where files is stored. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ സിസ്റ്റമായിട്ട് ഇത് കേണൽ ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യം എന്താ? കാരണം വെച്ചാൽ ഈ കേണലിൻ്റെ അണ്ടറിൽ വരുന്ന ഇതാണ് ഈ ഫയൽ സിസ്റ്റം. ഫയൽസ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റോറേജ്, ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോറേജാണ്. ഈ സ്റ്റോറേജൊക്കെ കേണലിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. കേണലാണ് ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് എന്താ നടക്കുന്നത് നോക്കാം. റീഡിങ് ദ ഫയൽ. ദ കേണൽ ഇൻസ്ട്രക്ട് ദ സ്റ്റോറേജ് ഡിവൈസ് ടു റീഡ് ഡാറ്റ ഫ്രം ദ ഇമേജ് ഫയൽ. ഈ പിന്നെ ഇമേജ് ഫയലിൻ്റെ ലൊക്കേഷനും എല്ലാം കണ്ടുപിടിച്ച് ആ ഇമേജ് ഫയലിലുള്ള ഡേറ്റ പിന്നെ കേണൽ എടുക്കുവാണ്. ദിസ് ഇൻവോൾവ്സ് സെൻഡിങ് സ്പെസിഫിക് കമാൻഡ്സ് ടു ദ സ്റ്റോറേജ് ഹാർഡ് ഡ്രൈവ് ടു ലൊക്കേറ്റ് ആൻഡ് റിട്രീവ് ദ ഫയൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഓരോ ഇപ്പോൾ സ്റ്റോറേജ് ഹാർഡ് ഡ്രൈവിനാണെങ്കിലും ഒരു ഫേംവെയർ ഇൻബിൽട്ടായിട്ട് ഉണ്ട്. ഈ ഫേംവെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇതിൻ്റെ ലൊക്കേഷനെല്ലാം പിന്നെ റിട്രീവ് ചെയ്തെടുക്കുകയാണ്. ലൊക്കേഷനും ഫയലിൻ്റെ ഡേറ്റ എല്ലാം റിട്രീവ് ചെയ്തെടുക്കുകയാണ് കേണൽ ചെയ്യുന്നത്. ലോഡിങ് ദ ഡേറ്റ ഇൻ ടു മെമ്മറി. ഈ
നമ്മൾ എടുത്ത ഡേറ്റ, ലൊക്കേറ്റ് ചെയ്തെടുത്ത ഡേറ്റയും എല്ലാ കാര്യങ്ങളും ഇത് നേരെ റാമിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. Providing data to the app. Once the data is loaded into memory, the kernel gives access to this data to the image viewer app. ഇത് നേരെ റാമിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കേണൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇമേജ് വ്യൂവർ ഇതിന് ആക്സസ് കൊടുക്കുകയാണ്. അത് ഓക്കെ, നിങ്ങൾക്ക് എടുക്കാം, ഇനിയിപ്പം എടുക്കാം, ആ ഡേറ്റ എടുക്കാം എന്നുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മുടെ മുമ്പിലേക്ക് ഇമേജ് ആയിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് കാണാം. ഇതൊക്കെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റ സെക്കൻഡിൽ നടക്കുന്ന കാര്യമാണ്. ഒറ്റ സെക്കൻഡ് വേണ്ട, മില്ലി സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ ഇത്രയും നോക്കി ഇത് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ്വെയറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നോക്കി. നമ്മൾ കുറച്ച് അബ്സ്ട്രാക്ഷനും റിമൂവ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് OSന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോസസ് മാനേജ്മെൻറ്റ്. ഇപ്പം CPU ഒരു ജോലിക്കാരനാണെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ, ഇപ്പം യഥാർത്ഥമായിട്ട് ജോലി എടുക്കുന്നൊരു ജോലിക്കാരൻ, പിന്നെ OS ആണ് തീരുമാനിക്കുന്നത് CPU എന്തൊക്കെ ജോലി എടുക്കണം, അല്ലെങ്കിൽ എപ്പോൾ ജോലി എടുക്കണം, എന്തുമാത്രം ജോലി എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ നമ്മുടെ OS ആണ്. മെമ്മറി മാനേജ്മെൻറ്റ്. റാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ക്വിക്ക് സ്റ്റോറേജ് ആക്സസ് പോലെയാണ്, ക്വിക്ക് ആക്സസ് സ്റ്റോറേജ് പോലെയാണ്. അപ്പം the OS makes sure that the CPU has important information it needs in RAM for fast access. If it is not in RAM, things slow down. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റാമിൽ ഇപ്പം CPU ആവശ്യമായിട്ടുള്ള പിന്നെ ഡേറ്റ എല്ലാം നമ്മുടെ റാമിലാണ് സ്റ്റോർ ചെയ്ത്. ഇത് ഇപ്പം റാമിലില്ല എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഭയങ്കര സ്ലോ ആവും. അപ്പം എന്ന് വെച്ചാൽ OS ആണ് ഈ റാമിൽ CPU വേണ്ട സാധനങ്ങളെല്ലാം വെച്ച് കൊടുക്കുന്നത്. ഈ OSന്റെ ജോലിയാണ്. അതാണ് മെമ്മറി മാനേജ്മെൻറ്റ്. ഡിവൈസ് മാനേജ്മെൻറ്റ്. ഇതുപോലെ നമ്മൾ കുറേ ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൗസ് ആണെങ്കിലും അല്ലെങ്കിൽ കീബോർഡ് ആണെങ്കിലും പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഇതാണെങ്കിലും ഏതാ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഒരു നമ്മുടെ ഗാഡ്ജറ്റാണ്, എക്സ്റ്റേണലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന. ഇതിനെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ള ജോലി, അല്ലെങ്കിൽ പിന്നെ ഒരു ആപ്പിന് ഇതിൻ്റെ ആവശ്യമുണ്ട്, ഈ ഒരു ഇൻപുട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കീബോർഡിനൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി, വർക്കിംഗ് എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി അതിനെല്ലാം മാനേജ് ചെയ്യുന്നത് OSന്റെ ജോലി തന്നെയാണ്. അടുത്തത് ഫയൽ മാനേജ്മെൻറ്റ്. ദ OS ഓർഗനൈസസ് ആൾ യുവർ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്, കീപ്പിംഗ് ട്രാക്ക് ഓഫ് വെയർ തിങ്സ് ആർ സ്റ്റോർ. എവിടെയാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ള വിവരം, എന്തൊക്കെ സാധനങ്ങളാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ള വിവരം എല്ലാം OS ആണ് നോക്കി നടത്തുന്നത്. ഇറ്റ് ആൾസോ ഡിസൈഡ്സ് who can access what files, so your stuff stays organized and secure. ഇപ്പം ആര് ഇതിലോട്ടൊക്കെ ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇപ്പോൾ ഒരു യൂസറായിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് ആ യൂസറിന് പെർമിഷൻ ഉള്ള ഫയൽസ് മാത്രമേ നമുക്ക് കാണിച്ചു തരാവുള്ളൂ. അപ്പം ഇതെന്നൊക്കെ പറയുന്നത് നോക്കി നടത്തേണ്ടതെന്ന് വെച്ചാൽ OSന്റെ ജോലിയാണ്. ഒരു ഇപ്പം ഫയൽസ് ആണെങ്കിലും ഫോൾഡേഴ്സ് ആണെങ്കിലും എവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം, അതുപോലെ തന്നെ അതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ജോലികളും OSന്റെ ജോലിയാണ്. സെക്യൂരിറ്റി. ഇപ്പം OS എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ ഫയൽസും മെമ്മറി എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതും ഒരു OSന്റെ ഒരു ജോലിയാണ്. ലോഗിങ് ആൻഡ് എറർ ഡിറ്റക്ഷൻ. ദ OS keeps a record of what's happening, which is helpful if something goes wrong. ഇപ്പം നമുക്ക് ഒരു എറർ വരുവാണ്, അപ്പോൾ ആ എററൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ OS ലോഡ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫെയിലായി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നേരത്തെ ലോഗ്സ് എന്ന് പറഞ്ഞ ഫയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ OSന്റെ ഒരു ജോലിയാണ്.
സിസ്റ്റം പെർഫോമൻസ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം പിന്നെ മെമ്മറി മാനേജ്മെൻ്റ് ഒക്കെ OSൻ്റെ ജോലിയാണ്. അപ്പോൾ ഈ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ റാമിന് റാമിൽ എത്തിച്ചില്ലെങ്കിൽ CPU വർക്ക് ആവുന്നത് സ്ലോ ആവും. ഓൾറെഡി നമ്മുടെ സിസ്റ്റമൊക്കെ ഹാങ് ആയിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കമ്പ്യൂട്ടറിനെ നോക്കി എല്ലാം പിന്നെ സ്മൂത്തായിട്ടാണോ നടക്കുന്നത്, വല്ല പ്രോഗ്രാം എല്ലാം പെട്ടെന്ന് ഷട്ട് ഡൗൺ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ക്യാൻസൽ ആക്കാവുന്ന പ്രോസസ്സൊക്കെ ക്യാൻസൽ ചെയ്ത് അങ്ങനെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പിന്നെ കൂടുതൽ ബെറ്റർ ആക്കുന്നുണ്ട്. അപ്പം ഈ സിസ്റ്റം പെർഫോമൻസിനും OSനും ഒരു നല്ല പങ്കുണ്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഇനിയിപ്പം നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫാമിലീസ് ആണ് നമ്മൾ നോക്കാനുള്ളത്. 2 മെയിനായിട്ടുള്ള ഫാമിലിയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ളത്: യുണിക്സ് ലൈക്ക് ആൻഡ് വിൻഡോസ്. യുണിക്സ് ലൈക്ക് ഫാമിലി എന്ന് പറയുമ്പം യുണിക്സ് എന്നൊരു സിസ്റ്റത്തിന് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ചല്ല കുറേയേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഓപ്പൺ സോഴ്സ് ആണ്. ഇപ്പം നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം, നമുക്ക് കൂടുതലായിട്ട് ഓരോ ഇന്നോവേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാം. അങ്ങനത്തെ ഉള്ള രീതിയിലാണ് യുണിക്സ് ലൈക്ക് ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പോൾ ലിനക്സ് ഒക്കെ യുണിക്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പം ലിനക്സിൻ്റെ തന്നെ കുറേ വേരിയേഷൻസ് ഉണ്ട്. ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയും. ഇപ്പം ഉബണ്ടു, ഡീബിയൻ, ഫെഡോറ, ആർച്ച്, ജെൻഡോ അതുപോലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മേജറായിട്ടുള്ള പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. കുറച്ച് പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതൊക്കെ. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഒരു യുണിക്സ് ലൈക്ക് ഫാമിലിയിലുള്ളതാണ്. ഈ ലിനക്സിൻ്റെ കേണൽ മോഡിഫൈ ചെയ്താണ് ആൻഡ്രോയിഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ ക്രോമോസും ഒരു ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ റാസ്ബെറി പൈ OS. റാസ്ബെറി പൈ എന്ന് പറയുന്ന ഒരു ഹാർഡ് ഡ്രൈവ് ആണ്. അതിൻ്റെ അകത്ത് ഇൻബിൽട്ട് അല്ല, അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റാസ്ബെറി പൈ എന്ന് വെച്ചാൽ ARM എന്ന് പറയും. പിന്നെ ഹാർഡ്വെയർ ഇപ്പം നമ്മുടെ ഫോണൊക്കെ ARM ആണ്. അതുപോലെ തന്നെ അതിനുള്ള OS ആണ് ഈ റാസ്ബെറി പൈ OS എന്ന് പറയുന്നത്. അതും ഒരു ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ BSD എന്ന് പറഞ്ഞാൽ ഒരു യുണിക്സ് ഫാമിലിയിൽപ്പെട്ട തന്നെ വേറൊരു ബ്രാഞ്ചിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ BSD എന്ന് പറയുന്നത്. അതുപോലെ MacOS ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ BSD ആയിട്ട് ലിങ്കാണ്. ഇപ്പം അതായത് യുണിക്സിൻ്റെ എലമെൻറ്റ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ FreeBSD, OpenBSD എല്ലാം ഈ BSD എന്നുള്ള ബ്രാഞ്ച് ഉൾപ്പെട്ടതാണ്. ഇതെല്ലാം യുണിക്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പെടുന്നതാണ്. അടുത്ത നമുക്ക് വിൻഡോസ് ഫാമിലി നോക്കാം. വിൻഡോസിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ MS-DOS എന്ന് പറഞ്ഞിട്ട് കമാൻഡ് ലൈൻ ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതാണ് ഈ ഇപ്പം നമ്മൾ കാണുന്ന വിൻഡോസ് 11 ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. വിൻഡോസ് ഇതുപോലെ വേരിയേഷൻസ് ഒന്നുമില്ല. വിൻഡോസ് ഒക്കെ ഓപ്പൺ സോഴ്സ് അല്ല, ക്ലോസ്ഡ് ആണ്. അപ്പം അത് കാരണം തന്നെ വലിയ ഇതൊന്നുമില്ല. നമുക്ക് കസ്റ്റമൈസ് ഒന്നും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കസ്റ്റമൈസ് എന്ന് പറഞ്ഞാൽ GUI കസ്റ്റമൈസേഷൻസ് ഒന്നുമല്ല, അല്ലാണ്ട് അതിൻ്റെ പിന്നെ ഈ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർഡ്വെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയൊന്നും നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല കൂടുതലായിട്ട്. അപ്പം വിൻഡോസിൻ്റെ ഓരോ വെർഷൻ വെച്ചാണ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പം ആദ്യം MS-DOS കഴിഞ്ഞ് വിൻഡോസ് വെർഷനാണ് പിന്നെ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് 2001 വിൻഡോസ് XP ഇറങ്ങി. അപ്പം നോൺ ഫോർ ഇറ്റ്സ് സ്റ്റെബിലിറ്റി ആൻഡ് യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ്. ഇപ്പം നമ്മൾ ലിനക്സ് യൂസ് ചെയ്യുന്ന കണക്ക് ലിനക്സ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇച്ചിരി കമാൻഡ് ലൈനുമായിട്ട് ഒക്കെ ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ പിന്നെ വിൻഡോസ് XP എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കൂടുതൽ GUI സെറ്റപ്പിലൊക്കെയാണ് ഇറക്കിയത്. അത് കാരണം പിന്നെ അത്യാവശ്യം ബിസിനസ് യൂസേഴ്സും ഹോം യൂസേഴ്സും എല്ലാം വിൻഡോസ് XPക്ക് ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞാണ് വിൻഡോസ് വിസ്റ്റ ഇറങ്ങിയത്, പിന്നെ വിൻഡോസ് 7 ഇറങ്ങി, പിന്നെ വിൻഡോസ് 8 ഇറങ്ങി, പിന്നെ വിൻഡോസ് 10 ഇറങ്ങി 2015. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് 2021 വിൻഡോസ് 11 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്കിപ്പോൾ അറിഞ്ഞത്. ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കി. നമ്മൾ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറും ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എല്ലാം നോക്കി. നമ്മൾ കേണലിൻ്റെ കാര്യമൊക്കെ കൂടുതൽ സംസാരിച്ചു. കേണൽ എങ്ങനെയാണ് ഓരോ പ്രോഗ്രാംസും കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ട് ഉള്ള ഇൻട്രാക്ഷനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.